ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വൈറൽ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതും കുബൂസ് ചിക്കൻ പോള. ഭയങ്കര ടേസ്റ്റാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് നന്നായി കഴുകി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഒനിയൻ പൗഡർ, അത് കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. പിന്നെ അറബിക് മസാല, അത് 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കസൂരി മേത്തി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ വിനേഗർ, 4 ടേബിൾ സ്പൂൺ തൈര്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേഷൻ ചെയ്തെടുക്കുക. നമ്മൾ ഇങ്ങനെയൊക്കെ മസാല തേച്ച് ഈ ചിക്കൻ റെസിപ്പി ഉണ്ടാക്കിയാലുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനൊന്നും സമയമില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾ സാധാരണ എങ്ങനെയാണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് ആ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. ഇങ്ങനെ കുറച്ചും കൂടി ബെറ്റർ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരും. ഞാനിവിടെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 മണിക്കൂർ വെക്കാം. ഇനി 2 മണിക്കൂറിന് ശേഷം ഗൈസ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനാവശ്യമുള്ള എണ്ണ ചൂടാക്കി എടുക്കാം ഗൈസ്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. കൂടുതൽ എണ്ണ വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് ചെറിയ തീയിൽ 10 മുതൽ 12 മിനിറ്റാണ് ഫ്രൈ ആയി കിട്ടാൻ ആവശ്യമുള്ള ടൈം. അതിനിടയ്ക്ക് 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാനിവിടെ ചെറിയ തീയിൽ മൂടി വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ പകുതി കുക്കായി വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാനുണ്ട് ഗൈസ്. ഇപ്പോൾ തന്നെ ഭയങ്കര ഫ്ലേവറാണ്, വീട്ടിൽ ആകെ നല്ലൊരു മണം. അങ്ങനെ ഗൈസ് ഞാനിതെല്ലാം നല്ല പോലെ ഫ്രൈ ആക്കി എടുത്തു ഗൈസ്. ഇപ്പോൾ 12 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ, സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചാർക്കോളോ അല്ലെങ്കിൽ ചിരട്ടയോ കത്തിച്ച് കനലിട്ട് കൊടുക്കുന്നുണ്ട്. കനൽ വെച്ച് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ മൂടി വെക്കണം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചിരട്ട എടുത്ത് മാറ്റാം. ഇനി വേറൊരു പാൻ ചൂടാക്കി 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് മൂപ്പിച്ച് ഇതിലേക്ക് ചെറിയ ഒരു ക്യാരറ്റ് നീളത്തിൽ, അതും വളരെ തിന്നായിട്ട് അരിഞ്ഞത് ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി, പിന്നെ 1 ക്യാബേജിൻ്റെ 1/4 ഭാഗം, 1 സവാള അത്രയും ചേർത്ത് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ വെജിറ്റബിൾസ് അരിയുന്ന സമയത്തുണ്ടല്ലോ, വളരെ തിന്നായിട്ട് അരിയാൻ ശ്രമിക്കുക. 1 മിനിറ്റിന് ശേഷം നീളത്തിലരിഞ്ഞ ചെറിയ ഒരു ക്യാപ്സിക്കം, അതേപോലെ 1 തക്കാളി നീളത്തിലരിഞ്ഞത്, തക്കാളിയുടെ അകത്തുള്ള പൾപ്പൊക്കെ മാറ്റതിന് ശേഷം എടുക്കണം. പിന്നെ അതും കൂടി ചേർത്ത് വീണ്ടും 1 മിനിറ്റ് സോട്ട് ചെയ്തു. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വിനേഗർ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയും ചെയ്യാം. ഇത് നമുക്ക് പച്ചയായിട്ടും ചെയ്യാം, കുറച്ചും കൂടി വഴറ്റിയാലാണ് കൂടുതൽ ടേസ്റ്റ്. ടോട്ടൽ 2 മിനിറ്റാണ് ഞാൻ വഴറ്റിയെടുത്തത്. പിന്നെ വേണ്ടത് മയോണൈസാണ്. 1/2 കപ്പ് മയോണൈസ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ വിനേഗർ. ഹോട്ട് സോസ് ഉണ്ടല്ലോ, ഇത് വാങ്ങാൻ കിട്ടും, ഇത് 2 ടേബിൾ സ്പൂൺ. പിന്നെ തക്കാളി സോസ് 1 സാഷ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ, ക്രഷ്ഡ് ചില്ലി 1/2 ടീസ്പൂണും ഒറിഗാനോ 1/2 ടീസ്പൂണും ചേർത്ത് കൊടുത്തു. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം, നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഈ സോസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് ഇതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഈ ബാറ്ററിന് വേണ്ട മുട്ട ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 മുട്ടയും അതേപോലെ 1/2 കപ്പ് പാലുമാണ് വേണ്ടത്. മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട ഒഴിച്ചു കൊടുത്തു. അതേപോലെ തന്നെ 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തു. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. ഇതും ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തു. നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതെല്ലാം ചൂടാറി. ഇനി അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. അതേപോലെ സോസും ചേർത്ത് കൊടുത്തു. റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ,
അത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഈ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനൊന്നും പറ്റില്ല. ഒരു പ്രാവശ്യം കഴിച്ച് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയുകയുള്ളൂ. അടിപൊളി കുബൂസ് ഷവർമ പോള ഫില്ലിംഗ് റെഡിയായി ഗൈസ്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അടിയിൽ പഴയൊരു നോൺ സ്റ്റിക്ക് പാൻ നന്നായിട്ട് ചൂടാൻ വെച്ചു. അതിൻ്റെ മീതെ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ അത് വെച്ചു കൊടുത്തു. അതും ജസ്റ്റ് ചൂടായി കഴിയുമ്പോൾ കുറച്ച് മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കണം. മുട്ട മിക്സ് ഒഴിച്ചതിന് ശേഷം ഈ കുബൂസ് ഈ മുട്ട മിക്സിൽ നന്നായിട്ട് മുക്കി ഇത് വെച്ചു കൊടുക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് ഷവർമ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് വെച്ചു കൊടുക്കണം. നന്നായിട്ട് തന്നെ വെച്ചു കൊടുക്കാം. മിക്സ് ആവശ്യത്തിനുണ്ട്. ഇനി വീണ്ടും കുബൂസ് ഉണ്ടല്ലോ നല്ലപോലെ മുട്ട മിക്സിൽ മുക്കി അതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കണം. അതിൻ്റെ മീതിയായിട്ട് മസാല വെച്ചു കൊടുക്കണം. ഇതേപോലെ കുബൂസും മസാലയും തീരുന്നത് വരെ ചെയ്തെടുക്കണം. പാനിൽ ടച്ചാവുന്ന രീതിയിൽ മസാല വെക്കണ്ട, കുറച്ചൊന്ന് വിട്ടിട്ട് വേണം വെക്കാൻ. മസാല സൈഡിലേക്ക് വന്നാലുണ്ടല്ലോ പോള റെഡിയായി കഴിയുമ്പോൾ സൈഡെല്ലാം അങ്ങനെ കാണാൻ വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് വിട്ടിട്ട് വേണം മസാല വെച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഞാനെല്ലാം ഇവിടെ നല്ല പോലെ അറേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിത് ഉണ്ടാക്കുമ്പോൾ കുബൂസ് ഉണ്ടല്ലോ അതിൻ്റെ വട്ടത്തിന് കണക്കാക്കിയിട്ടുള്ള പാൻ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ എല്ലാം വെച്ചു കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഈ മുട്ട മിക്സ് നന്നായിട്ട് ഇതിൻ്റെ ഗ്യാപ്പിലേക്കെല്ലാം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും മീതിയായിട്ട് ബാക്കി കുറച്ചും കൂടി മസാല വെച്ചു കൊടുക്കണം. ഏറ്റവും മുകളിലായിട്ട് ചീസ് വെച്ചു കൊടുക്കണം. മൊസറല്ല ചീസോ അതേപോലെ ഇതുപോലുള്ള ചീസ് ഏതായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ചീസ് വെച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ 1.5 ചീസാണ് വേണ്ടി വന്നിട്ടുള്ളത്. ഇനി ചീസെല്ലാം കൂടുതൽ ഇട്ട പോലെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ചുവന്ന ക്യാപ്സിക്കം ഉണ്ടല്ലോ ഒരു കളർഫുൾ ആവാൻ വേണ്ടി മാത്രം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് മുകളിൽ വിതറി കൊടുത്തു. അതേപോലെ കുറച്ച് മല്ലിയില ഉണ്ടല്ലോ അതിങ്ങനെ വിതറി കൊടുത്തു. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ അതൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒറിഗാനോ അതേപോലെ ഈ പിസ്സ സോസോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചെല്ലാം കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സൗകര്യം അത്. എന്നിട്ട് മൂടി വെക്കണം. വളരെ ചെറിയ തീയിൽ 15 മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് ഈ ചീസൊക്കെ മെൽറ്റാവും. ചീസ് മെൽറ്റായാൽ മതി. പിന്നെ ഇതിന് കുക്കാവേണ്ട സമയമൊന്നും ആവശ്യമില്ല. ചീസ് എപ്പോഴാണോ മെൽറ്റാവുന്നത് ആ സമയം നിങ്ങൾക്ക് തുറന്ന് ഇത് ഉപയോഗിക്കാം. ചൂടാറിയതിന് ശേഷം പാനിനെടുത്താൽ മതി. അടിപൊളി ടേസ്റ്റുള്ള ഷവർമ പോള റെഡിയായി. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളെല്ലാം എനിക്ക് അറിയിക്കണം. സാധാരണ പോളയിൽ നിന്നും വ്യത്യസ്തമായ ടേസ്റ്റാണ് ഈ പോളക്ക്. ഷവർമ കഴിക്കുമല്ലോ, ഫില്ലിങ് അതാണെങ്കിലും ഷവർമാനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ്. കാരണം പാലും മുട്ട എല്ലാം മിക്സ് ആയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇതിനുണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ അതും കുറച്ച് വെറൈറ്റിയാണ്. അപ്പോൾ അതെല്ലാം കൂടി ഈ റെസിപ്പി അടിപൊളി ടേസ്റ്റാക്കി മാറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കൂ. ബൈ ബൈ.